എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മിൻഡേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വന്നിരിക്കുന്നത് സാമൂഹ്യ ശാസ്ത്രം 410 പേപ്പർ കോഡിലെ രണ്ടാമത്തെ യൂണിറ്റുമായിട്ടാണ്. രണ്ടാമത്തെ യൂണിറ്റിന്റെ പേര് സാമൂഹ്യ ശാസ്ത്ര പഠനം വിലയിരുത്തൽ എന്നുള്ളതാണ്. ഒരുപാട് വിഷയങ്ങളിൽ ഈ ഒരു വിലയിരുത്തൽ ഭാഗം പറയുന്നതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പറഞ്ഞ് പോവാൻ പറ്റിയൊരു ഭാഗമാണ് ഈ ഒരു ചാപ്റ്റർ. ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഏതൊരു പദ്ധതിയുടെയും വിജയകരമായ പരിസമാപ്തിക്ക് വിലയിരുത്തലിനും മൂല്യനിർണ്ണയത്തിനുമുള്ള പ്രാധാന്യം ഏറെയാണ്. ഇപ്പൊ ഏതൊരു പരിപാടിയും നമ്മളത് കൃത്യമായിട്ട് അവസാനിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അവസാനത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു മൂല്യനിർണ്ണയവും വിലയിരുത്തലും ഒക്കെ ആയിരിക്കും. നിർവഹണത്തിന്റെ ഓരോ ഘട്ടവും വിലയിരുത്തലിന് വിധേയമാക്കേണ്ടി വരും. നമ്മുടെ ഓരോ നിർവഹണത്തിന്റെ ഘട്ടങ്ങളും എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ വിലയിരുത്തലിന് വേണ്ടിയിട്ട് വിധേയമാക്കേണ്ടി വരും. ഓരോ ഘട്ടത്തിലെയും വിലയിരുത്തലിന്റെ ധർമ്മവും വ്യത്യസ്തമായിരിക്കും. ഓരോ തരത്തില് തുടങ്ങുമ്പോഴുള്ള വിലയിരുത്തല് കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയായിരിക്കാം, ഇടയ്ക്കുള്ള വിലയിരുത്തൽ വേറൊരു കാര്യത്തിന് വേണ്ടിയായിരിക്കാം, അവസാനത്തെ വിലയിരുത്തലിന്റെ കാര്യത്തിൽ ഇത് എത്രത്തോളം സക്സസ് ആയി, അങ്ങനെ ഓരോ ഘട്ടത്തിലെയും വിലയിരുത്തലിന്റെ ധർമ്മം എങ്ങനെയായിരിക്കും? വ്യത്യാസമായിരിക്കും. എല്ലാ വിലയിരുത്തലും മൂല്യം നിർണ്ണയിക്കാൻ വേണ്ടി മാത്രമാകണമെന്നില്ല. ആ ഒരു പദ്ധതിയുടെ പ്രായോഗികത അല്ലെങ്കിൽ ആ ഒരു പദ്ധതിയുടെ പുരോഗതി എന്നിവ അളക്കുവാനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഈ ഒരു നമ്മുടെ വിലയിരുത്തൽ നമുക്ക് നടത്താൻ വേണ്ടിയിട്ട് കഴിയും. ഈ അളക്കൽ നിർവഹണ ഘട്ടത്തിൽ ഉണ്ടാകുന്നതോ ഉണ്ടാകാനിടയുള്ളതോ ആയ തടസ്സങ്ങൾ പരിഹരിക്കാൻ പര്യാപ്തമാവണം. അപ്പൊ നമ്മുടെ ഈ ഒരു അളക്കൽ എന്ന് പറയുന്നത് നമ്മുടെ നിർവഹണ ഘട്ടത്തിൽ ഉണ്ടാകുന്നതോ അതോ ഉണ്ടാകാനിടയുള്ളതോ ആയിട്ടുള്ള വിവിധ പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ ഇവയൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് പര്യാപ്തമാവണം. നിശ്ചിത ഇടവേളകളിൽ സമഗ്ര മൂല്യനിർണ്ണയത്തിന് വിധേയമാക്കുകയും വേണം. നിശ്ചിത ഇടവേളകളിൽ എന്ത് ചെയ്യണം? സമഗ്ര മൂല്യനിർണ്ണയത്തിന് വിധേയമാക്കുകയും ചെയ്യണം എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. ഇനി പഠന പ്രക്രിയയിൽ വിലയിരുത്തലിന്റെ അല്ലെങ്കിൽ മൂല്യനിർണ്ണയത്തിന്റെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഓരോരോ ഉദ്ദേശങ്ങളായിട്ട് നമുക്ക് നോക്കിപ്പോവാം. ജനറൽ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വിലയിരുത്തലിന്റെ അല്ലെങ്കിൽ മൂല്യനിർണ്ണയത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള പഠന പിന്തുണ നൽകുക എന്നുള്ളതാണ്. അപ്പൊ ആദ്യമായിട്ട് അവിടെ പറയുന്നത് പഠന പിന്തുണയെ കുറിച്ചാണ്. വ്യത്യസ്ത നിലവാരവും പഠന വേഗതയുമുള്ള കുട്ടികൾക്ക് ലഭിക്കേണ്ട പഠന പിന്തുണയും വ്യത്യസ്തമായിരിക്കും. നമ്മളൊരു ക്ലാസ്സിൽ 40 കുട്ടികൾ ഉണ്ടെങ്കിൽ ഈ 40 കുട്ടികൾക്കും വ്യത്യസ്ത നിലവാരമായിരിക്കും, വ്യത്യസ്ത പഠനവേഗമായിരിക്കും. അപ്പൊ ഈ കുട്ടികൾക്ക് ലഭിക്കേണ്ട പഠന പിന്തുണ എങ്ങനെയായിരിക്കും? ഓരോരുത്തർക്കും വ്യത്യാസം തന്നെയായിരിക്കും. ഇതിനായി ഓരോ കുട്ടിയുടെയും കഴിവുകളും പരിമിതികളും ടീച്ചർ തിരിച്ചറിയേണ്ടതുണ്ട്. ഓരോ കുട്ടിയുടെയും കഴിവുകളും പരിമിതികളും എങ്ങനെ കൃത്യമായിട്ട് ടീച്ചർ അതുകൊണ്ട് മനസ്സിലാക്കിയിരിക്കണം. കുട്ടികൾക്ക് ഇത് സ്വയം ബോധ്യപ്പെടുകയും വേണം. അവര് ഏത് നിലയിലാണ് അവരുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിൽക്കുന്നത് എന്നെന്തുവാണ് അവർക്കും ഒരു തിരിച്ചറിവ് ഉണ്ടാവണം. പഠന പ്രക്രിയയോടൊപ്പം നടക്കുന്ന വിലയിരുത്തലിലൂടെ ആവണം ഇത് സാധ്യമാവേണ്ടത്. വിലയിരുത്തൽ ഒരു നിരന്തര പ്രക്രിയ ആയിരിക്കണം. വിലയിരുത്തൽ എപ്പോഴും എന്തായിരിക്കണം? ഒരു നിരന്തരമായിട്ടുള്ള പ്രക്രിയ ആയിരിക്കണം ഈ വിലയിരുത്തൽ എന്ന് പറയുന്നത്. ടീച്ചറിന്റെ വിലയിരുത്തലിനൊപ്പം കുട്ടികൾക്കും സ്വയം വിലയിരുത്തലിനും പരസ്പര വിലയിരുത്തലിനും അവസരമുണ്ടാകുമ്പോൾ വിലയിരുത്തൽ സർഗാത്മകവും ഫലപ്രദവുമാകും. അപ്പൊ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? കുട്ടികൾക്ക് സ്വയം വിലയിരുത്താനും കുട്ടികളെ തമ്മിൽ പരസ്പര വിലയിരുത്താനും അവസരമുണ്ടാവണം. അങ്ങനെ അവസരമുണ്ടായി കഴിഞ്ഞാൽ ഈ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് സർഗാത്മകവും ഫലപ്രദവുമായിട്ട് മാറും. ഇത്തരത്തിലുള്ള വിലയിരുത്തൽ ഫലങ്ങൾ ഓരോ കുട്ടിക്കും ഉചിതമായ പഠന പിന്തുണ നൽകാൻ ടീച്ചറിന് സഹായകമാകുന്നതോടൊപ്പം ടീച്ചറുടെ പിന്തുണ സ്വീകരിച്ചു മെച്ചപ്പെടാനുള്ള കഴിവും മനോഭാവവും കുട്ടികളിൽ വളരുകയും ചെയ്യും. അപ്പൊ ഇത്തരത്തിലുള്ള വിലയിരുത്തൽ ഫലങ്ങള് ഓരോ കുട്ടിക്കും ഉചിതമായിട്ടുള്ള പഠന പിന്തുണ നൽകാൻ ടീച്ചറെ സഹായിക്കും. അതേപോലെ തന്നെ ഈ ടീച്ചറുടെ ഒരു പിന്തുണ നേടിക്കൊണ്ട് അല്ലെങ്കിൽ സ്വീകരിച്ചുകൊണ്ട് തൻ്റെ കഴിവുകൾ മെച്ചപ്പെടാനുള്ള മനോഭാവം കുട്ടികളിൽ എന്ത് ചെയ്യും? വളരുകയും ചെയ്യും.
ക്ലാസ് കയറ്റം, സർട്ടിഫിക്കേഷൻ, പഠനഫലം സമൂഹവുമായി പങ്കുവയ്ക്കാൻ ഈ ഒരു വിലയിരുത്തൽ മൂല്യനിർണ്ണയത്തിന്റെ മറ്റൊരു ഘടകമാണ്. അതെന്ത് ചെയ്യാൻ ക്ലാസ് കയറ്റത്തിന് വേണ്ടി ഉപയോഗിക്കാം, സർട്ടിഫിക്കേഷന് വേണ്ടി ഉപയോഗിക്കാം, നമ്മുടെ കുട്ടികളുടെ പഠനഫലം ഈ ഒരു സമൂഹവുമായി പങ്കുവെക്കാൻ കൂടി ഉപയോഗിക്കാം. ഓരോ നിശ്ചിത പഠന കാലഘട്ടം പൂർത്തിയാക്കുമ്പോഴും കുട്ടിയുടെ പഠന നേട്ടം മൂല്യനിർണ്ണയത്തിന് വിധേയമാക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു കുട്ടി നിശ്ചിത കാലഘട്ടത്തെ പഠനം പൂർത്തിയാക്കി കഴിഞ്ഞാൽ ആ കുട്ടി നേടിയിട്ടുള്ള പഠന നേട്ടങ്ങൾ മൂല്യനിർണ്ണയത്തിന് വിധേയമാക്കേണ്ടതുണ്ട്. ഓരോ ടേം കഴിയുമ്പോഴും വർഷാന്ത്യത്തിലും നടത്തുന്ന ഇത്തരം വിലയിരുത്തലിന് പ്രസക്തിയുണ്ട്. അപ്പോൾ ഓരോ ടേം കഴിയുമ്പോഴും ഇത്തരത്തിലുള്ള മൂല്യനിർണ്ണയം നടക്കണം. അതേപോലെ തന്നെ വർഷാന്ത്യത്തിലും എന്ത് ചെയ്യണം, ഇത്തരത്തിലുള്ള മൂല്യനിർണ്ണയങ്ങൾ നമ്മൾ നടത്തണം. ഈ മൂല്യനിർണ്ണയ ഫലങ്ങൾ കുട്ടിയുടെ മികവുകളും പോരായ്മകളും തിരിച്ചറിഞ്ഞ് ഉചിതമായ ഇടപെടലുകൾ തുടർന്നു നടത്താൻ ടീച്ചറിന് സഹായകമാകും. ഇത്തരത്തിലുള്ള മൂല്യനിർണ്ണയങ്ങളുടെ ഫലങ്ങൾ എന്ന് പറയുന്നത് കുട്ടിയുടെ മികവുകളും പോരായ്മകളും തിരിച്ചറിഞ്ഞുകൊണ്ട് ഉചിതമായിട്ടുള്ള ഇടപെടലുകൾ തുടർന്നു നടത്താൻ നമ്മുടെ ടീച്ചർക്ക് സഹായകമാകും. അതോടൊപ്പം ക്ലാസ് കയറ്റം, സർട്ടിഫിക്കറ്റ് നൽകൽ, പഠനഫലം സമൂഹവുമായി പങ്കുവയ്ക്കൽ എന്നിവയ്ക്കും ഈ നമ്മുടെ കുട്ടികളുടെ റിസൾട്ടുകൾ ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് കഴിയും എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. അടുത്തതായിട്ടുള്ളത് സാമൂഹ്യശാസ്ത്ര പഠനവും വിലയിരുത്തലുമാണ്. നമുക്ക് നോക്കാം. സാമൂഹ്യശാസ്ത്ര പഠനത്തിൽ എങ്ങനെയാണ് ആ ഒരു വിലയിരുത്തൽ വരുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയാം. പഠന നേട്ടങ്ങൾ ഉറപ്പാക്കുന്ന പഠന സമീപനങ്ങളും രീതികളുമാണല്ലോ സാമൂഹ്യശാസ്ത്ര പഠനത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. സാമൂഹ്യശാസ്ത്ര പഠനത്തിൽ മാത്രമല്ല, ഏത് വിഷയത്തിലായിക്കൊള്ളട്ടെ പഠന നേട്ടങ്ങൾ ഉറപ്പാക്കുന്ന പഠന സമീപനങ്ങളും രീതികളുമാണ് എല്ലാ വിഷയത്തിലും സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പഠന നേട്ടത്തിന് ഊന്നൽ നൽകിയുള്ള വിലയിരുത്തൽ സമീപനവും തന്ത്രങ്ങളുമാണ് സാമൂഹ്യശാസ്ത്ര പഠനത്തിലും സ്വീകരിച്ചിട്ടുള്ളത്. പ്രൈമറി ക്ലാസ്സുകളിലെ മൂല്യനിർണ്ണയ അല്ലെങ്കിൽ വിലയിരുത്തൽ സമീപനം നമ്മൾ 3-ാം സെമസ്റ്ററിൽ വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. അതൊന്ന് ഓർക്കുക. വ്യത്യസ്ത ഉപാധികളും തന്ത്രങ്ങളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മാത്രമേ വിലയിരുത്തൽ അല്ലെങ്കിൽ മൂല്യനിർണ്ണയം നമുക്ക് ഫലപ്രദമായിട്ട് നിർവഹിക്കാൻ വേണ്ടി പറ്റൂ. വ്യത്യസ്ത ഉപാധികളും തന്ത്രങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, ഈ കൃത്യമായിട്ടുള്ള ഒരു വിലയിരുത്തൽ അല്ലെങ്കിൽ മൂല്യനിർണ്ണയം ഫലപ്രദമായി നടത്താൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. സ്വയം വിലയിരുത്തലിന്റെ വിവിധ രീതികൾ പരിചയപ്പെടാം. വിലയിരുത്തലിന്റെ വിവിധ രീതികളിൽ ആദ്യം വരുന്നത് സ്വയം വിലയിരുത്തൽ, പരസ്പര വിലയിരുത്തൽ എന്നിവയാണ്. ആ ഒരു പേരിൽ തന്നെ സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. കുട്ടികൾ തമ്മിൽ വിലയിരുത്തുന്നത് പരസ്പര വിലയിരുത്തൽ. കുട്ടി തന്റെ കഴിവുകളും കുറവുകളും സ്വന്തമായി മനസ്സിലാക്കി അതിൽ നിന്ന് എങ്ങനെ മെച്ചപ്പെടാമെന്ന് വിലയിരുത്തുന്നത് സ്വയം വിലയിരുത്തൽ. കുട്ടികൾ ഭൗതിക നിലവാരത്തിലും പഠന വേഗതയിലും വ്യത്യസ്തരായിരിക്കുമെന്നതിനാൽ ഓരോ കുട്ടിക്കും ലഭിക്കേണ്ട പരിഗണനയും കൈത്താങ്ങും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഓരോ കുട്ടിയും വ്യത്യസ്തരാണ്, അതുകൊണ്ട് അവർക്ക് ലഭിക്കേണ്ട പരിഗണനയും അതേപോലെ കൈത്താങ്ങും വ്യത്യസ്തമാണ്. ഇതിനായി ഓരോ കുട്ടികളുടെയും കഴിവുകൾ ടീച്ചർ തിരിച്ചറിയുന്നതോടൊപ്പം കുട്ടികൾക്ക് സ്വയം ബോധ്യപ്പെടാനുള്ള അവസരം ഉണ്ടാവണം. അപ്പോൾ നമുക്ക് ഓരോ രീതിയിൽ കുട്ടികളെ വ്യത്യസ്തമായിട്ട് പരിഗണിക്കുന്നതിനും കൈത്താങ്ങ് നൽകുന്നതിനുമൊക്കെ വേണ്ടിയിട്ട് ഓരോ കുട്ടിയുടെയും കഴിവുകൾ ടീച്ചർ തിരിച്ചറിയുന്നതോടൊപ്പം തന്നെ ആ കുട്ടികളെ കഴിവ് ബോധ്യപ്പെടാനുള്ള അവസരം ഉണ്ടാവണം. ഇതിനായി ഉപയോഗപ്പെടുത്താവുന്ന വിവിധ സന്ദർഭങ്ങൾ നമുക്ക് പറയാം. ഒന്ന് സംഘപ്രവർത്തനങ്ങളാണ്. രണ്ടാമത്തത് പഠന നേട്ടങ്ങൾ പങ്കുവെക്കാനുള്ള അവസരങ്ങൾ കുട്ടികൾക്ക് നൽകുക എന്നുള്ളതാണ്. അടുത്തതായിട്ടുള്ളത് പഠനോൽപ്പന്നങ്ങൾ പരസ്പരം വിലയിരുത്താനുള്ള അവസരങ്ങളാണ്. നാലാമത്തത് സർഗാത്മക സൃഷ്ടികൾക്കും പ്രകടനങ്ങൾക്കുമുള്ള അവസരങ്ങൾ എന്നിവയാണ് എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. ഇത്തരം സന്ദർഭങ്ങളിൽ കുട്ടികൾ സ്വാഭാവികമായി തന്നെ സ്വയം വിലയിരുത്തുകയും വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിലൊക്കെ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികൾ സ്വാഭാവികമായി തന്നെ ഒന്ന് സ്വയം വിലയിരുത്തുകയും കുട്ടികൾ ടീച്ചർമാരാൽ വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതിലൂടെ ലഭിക്കുന്ന തിരിച്ചറിവുകളിലൂടെ കുട്ടി സ്വയം മെച്ചപ്പെടുത്തുന്നതിനുള്ള മനോഭാവം വളർത്തുകയും
സാധ്യമായ സഹായങ്ങൾ സ്വീകരിക്കുന്നതിന് സന്നദ്ധമാകുകയും ചെയ്യും. അപ്പം ഇതിലൂടെ ലഭിക്കുന്ന തിരിച്ചറിവുകളിലൂടെ കുട്ടി എന്ത് ചെയ്യും? കുട്ടി സ്വയം മെച്ചപ്പെടുത്തുന്നതിനുള്ള മനോഭാവം വളർത്തുകയും അതേപോലെ തന്നെ സാധ്യമായിട്ടുള്ള സഹായങ്ങൾ കുട്ടികൾ സ്വീകരിക്കുന്നതിന് സന്നദ്ധമാകുകയും ചെയ്യും എന്നുള്ളത് അവിടെ തിരിച്ചറിയാം. ബോധപൂർവം ടീച്ചർ ഒരുക്കുന്ന ഇത്തരം സന്ദർഭങ്ങളിലൂടെ സ്വയം വിലയിരുത്തലിനും പരസ്പര വിലയിരുത്തലിനും കുട്ടിക്ക് അവസരം ലഭിക്കുന്ന ഈ രീതി ഫലപ്രദമായ ഒരു വിലയിരുത്തൽ തന്ത്രമായി പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ ടീച്ചർ എന്ന നിലയിൽ ബോധപൂർവം ഒരുക്കുന്ന ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ സ്വയം വിലയിരുത്തലിനും അതേപോലെ പരസ്പര വിലയിരുത്തലിനും കുട്ടിക്ക് അവസരം ലഭിക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? വിലയിരുത്തലിനെ ഈ ഒരു തന്ത്ര രീതിയിൽ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയണം. ഇനി അടുത്തതായിട്ടുള്ളത് നിരന്തര വിലയിരുത്തലാണ്. കുട്ടിയെ ഒരു അക്കാദമിക് ഇയർ മുഴുവനായിട്ട് വിലയിരുത്തുന്നതിനെയാണ് നമ്മൾ എന്തു പറയാ? നിരന്തരമായിട്ടുള്ള വിലയിരുത്തൽ എന്നതുകൊണ്ട് അവിടെ എന്ത് ചെയ്യുന്നത്? ഉദ്ദേശിക്കുന്നത്. ക്ലാസ് മുറിക്കകത്തും പുറത്തും നടക്കുന്ന എല്ലാ പഠന പ്രവർത്തനങ്ങളും പഠന പ്രക്രിയയോടൊപ്പം തന്നെ വിലയിരുത്തലിന് വിധേയമാക്കണം. അപ്പൊ നമ്മുടെ ക്ലാസ് മുറിയുടെ അകത്തും അതേപോലെ തന്നെ ക്ലാസ് മുറിയുടെ പുറത്തും നടക്കുന്ന എല്ലാ പഠന പ്രക്രിയകളും പഠനേതര പ്രക്രിയകളും നമ്മൾ എന്ത് ചെയ്യണം? വിലയിരുത്തലിന് വേണ്ടിയിട്ട് വിധേയമാക്കണം. ഈ വിലയിരുത്തൽ കുട്ടിയുടെ അക്കാദമിക നേട്ടം മാത്രം ലക്ഷ്യമാക്കിയുള്ളവയാകരുത്. ഈ ഒരു വിലയിരുത്തൽ എന്താവരുത്? ഈ കുട്ടിയുടെ അക്കാദമിക നേട്ടം മാത്രം ലക്ഷ്യമാക്കിയുള്ളവയാകാൻ പാടില്ല. അക്കാദമിക നേട്ടത്തോടൊപ്പം പ്രക്രിയാശേഷികളുടെ മികവ്, സാമൂഹ്യ ശേഷികള്, ജീവിത നൈപുണികള്, സർഗശേഷികള്, മനോഭാവങ്ങൾ തുടങ്ങിയ മേഖലകളിലെയും ഓരോ കുട്ടിയുടെയും സ്ഥാനം നിർണ്ണയിക്കുന്നതിന് നിരന്തര വിലയിരുത്തൽ അനിവാര്യമാണ്. ഇപ്പോൾ നമ്മുടെ അക്കാദമിക നേട്ടത്തോടൊപ്പം തന്നെ കുട്ടികളിലെ പ്രക്രിയാശേഷികളുടെ മികവ്, കുട്ടിയുടെ സാമൂഹ്യ ശേഷികള്, കുട്ടിയുടെ ജീവിത നൈപുണികള്, കുട്ടിയുടെ സർഗശേഷികള്, മനോഭാവങ്ങള് തുടങ്ങിയ മേഖലകളിലെയും ഓരോ കുട്ടിയുടെയും സ്ഥാനം നിർണ്ണയിക്കുന്നതിന് ഈ നിരന്തര വിലയിരുത്തൽ എന്താണ്? അനിവാര്യമാണ് എന്നുള്ളത് തിരിച്ചറിയും. നിരന്തര വിലയിരുത്തലിനായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വിവിധ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ടീച്ചിങ് മാനുവൽ ഉൾപ്പെടെയുള്ള ടീച്ചറിന്റെ അനൗപചാരിക നിരീക്ഷണ കുറിപ്പുകൾ നമുക്ക് നിരന്തര വിലയിരുത്തലിനായി ഉപയോഗിക്കാം. ചെക്ക് ലിസ്റ്റുകൾ ഉപയോഗിക്കാം. റേറ്റിംഗ് സ്കെയിൽ ഉപയോഗിക്കാം. പോർട്ട്ഫോളിയോ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാം. ഡയറികൾ ഉപയോഗിക്കാം. യൂണിറ്റ് ടെസ്റ്റുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു നിരന്തര വിലയിരുത്തലിന് വേണ്ടി പ്രയോജനപ്പെടുത്താം. അപ്പോൾ ഒന്നോ രണ്ടോ കാര്യങ്ങളിലായി പോകരുത്. ഒരു വർഷം നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും കുട്ടിയെ നിരീക്ഷിക്കുകയും അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? അവരെ നിരന്തരമായിട്ട് വിലയിരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയണം. അടുത്തതായിട്ടുള്ളത് ടേം മൂല്യനിർണ്ണയമാണ്. ഒരു നിശ്ചിത കാലയളവ് പൂർത്തീകരിക്കുമ്പോഴും കുട്ടി നേടിയ അറിവുകൾ, ധാരണകൾ, കഴിവുകൾ, മനോഭാവങ്ങൾ, മൂല്യങ്ങൾ എന്നിവയും അവയുടെ പ്രയോഗക്ഷമതയും വിലയിരുത്തലിന് വിധേയമാക്കണം. നമ്മളൊരു നിശ്ചിത കാലയളവ്, ഇപ്പോ സ്കൂൾ തുറന്ന് ഓണപരീക്ഷ വരെ, അത് പൂർത്തിയാവുമ്പോഴത്തേക്ക് കുട്ടി നേടിയിട്ടുള്ള അറിവുകള്, കുട്ടി നേടിയിട്ടുള്ള ധാരണകള്, കഴിവുകള്, മനോഭാവങ്ങള്, മൂല്യങ്ങള് എന്നിവയും ഇതിന്റെയൊക്കെ ഒരു പ്രയോഗക്ഷമതയും എന്ത് ചെയ്യണം? നമ്മൾ വിലയിരുത്തലിന് വേണ്ടി വിധേയമാക്കണം. ഉയർന്ന ചിന്താശേഷികളെ പ്രയോജനപ്പെടുത്താനും നേടിയ കഴിവുകളെ പ്രയോഗത്തിൽ കൊണ്ടുവരാനും നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു ടേം മൂല്യനിർണ്ണയത്തിലൂടെ സാധ്യമാകണം. അപ്പോൾ ഉയർന്ന ചിന്താശേഷികളെ പ്രയോജനപ്പെടുത്തുവാനും നേടിയ കഴിവുകളെ പ്രയോഗത്തിൽ കൊണ്ടുവരാനും നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു ടേം മൂല്യനിർണ്ണയത്തിലൂടെ സാധ്യമാകണം. ടേം മൂല്യനിർണ്ണയത്തിലൂടെ നമ്മൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഒരു നിശ്ചിത കാലയളവിലെ കുട്ടിയുടെ പഠന പുരോഗതി നമ്മൾ ഈ ടേം മൂല്യനിർണ്ണയത്തിലൂടെ വിലയിരുത്തുന്നു. ഒരു നിശ്ചിത കാലയളവിലെ കുട്ടിയുടെ പഠന പുരോഗതി ഈ ഒരു ടേം മൂല്യനിർണ്ണയത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ വിലയിരുത്തുന്നു.
കുട്ടിയുടെ പഠന പുരോഗതി രക്ഷിതാവിനും രക്ഷിതാവ് ഉൾക്കൊള്ളുന്ന സമൂഹത്തിനും പങ്കുവയ്ക്കപ്പെടുന്നു. ഈ ഒരു ടേം മൂല്യനിർണ്ണയം നടത്തുന്നതിലൂടെ ഒരു കുട്ടിയുടെ പുരോഗതി രക്ഷിതാവിനും അതേപോലെ ഈ രക്ഷിതാവ് ഉൾക്കൊള്ളുന്ന സമൂഹത്തിനും എന്ത് ചെയ്യുന്നു, പങ്കുവയ്ക്കപ്പെടുന്നു എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. കുട്ടിയുടെ പഠന പുരോഗതിക്കായുള്ള ഇടപെടൽ സാധ്യതകളും മേഖലകളും പരിശോധിക്കുന്നതിനു വേണ്ടി വന്നാൽ പുനർനിർണയിക്കുന്നതിനും സാധ്യമാകുന്നു. അപ്പോൾ കുട്ടിയുടെ പഠന പുരോഗതിക്കായുള്ള ഇടപെടൽ സാധ്യതകളും മേഖലകളും നമുക്ക് പരിശോധിക്കുന്നതിന് വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് പുനർനിർണയിക്കാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു ടേം മൂല്യനിർണ്ണയം സഹായിക്കുന്നു. പഠന നിലവാരത്തെ ഗ്രേഡ് ചെയ്യുന്നതിന് നമ്മൾ ഈ ഒരു ടേം മൂല്യനിർണ്ണയം സഹായിക്കുന്നുണ്ട് എന്നുള്ളതും കൂടെ അവിടെ അറിയാം. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ടേം മൂല്യനിർണ്ണയ ടൂളുകളും അതേപോലെ ചോദ്യങ്ങളുടെയും കാര്യമാണ്. വ്യക്തമായ ഉദ്ദേശങ്ങളോടെ ആസൂത്രിതമായി തയ്യാറാക്കേണ്ടവയാണ് മൂല്യനിർണ്ണയ ചോദ്യങ്ങൾ. അപ്പൊ നമ്മുടെ മൂല്യനിർണ്ണയ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ വ്യക്തമായിട്ടുള്ള ഉദ്ദേശങ്ങളോടെ വളരെ ആസൂത്രിതമായിട്ട് തയ്യാറാക്കേണ്ടവയാണ്. ചോദ്യങ്ങൾ തയ്യാറാക്കുന്നതിന് മുന്നോടിയായിട്ട് പഠന നേട്ടങ്ങള്, ഉള്ളടക്കം, ചോദ്യ മാതൃകകൾ, വിഷമതാ നിലവാരം എന്നിവയുടെ ആപേക്ഷിക പ്രാധാന്യം തീരുമാനിച്ചുകൊണ്ടുള്ള രൂപരേഖ അല്ലെങ്കിൽ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു പരീക്ഷ നടത്തുന്നതിന് മുമ്പ് നമ്മൾ ആ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കൃത്യമായ രൂപരേഖ അഥവാ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കേണ്ടതുണ്ട്. ഈ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അതിലത്തെ പഠന നേട്ടങ്ങള്, ഉള്ളടക്കം, ചോദ്യ മാതൃകകള്, അതിന്റെ വിഷമതാ നിലവാരം എന്നിവയുടെ ആപേക്ഷിക പ്രാധാന്യം തീരുമാനിച്ച് അതിന്റെ ബേസിസിലാണ് നമ്മൾ ബ്ലൂ പ്രിന്റും ആ ബ്ലൂ പ്രിന്റിന്റെ ബേസിലാണ് നമ്മൾ ചോദ്യ പേപ്പറും തയ്യാറാക്കേണ്ടത് എന്നുള്ളതൊന്ന് അവിടെ ഓർത്തിരിക്കുക. ഈ രൂപരേഖയെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ചോദ്യ പേപ്പർ നിർമ്മിക്കേണ്ടത്. ഇനി ചോദ്യങ്ങൾ തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ വേണ്ടത് എന്നുള്ളതാണ്. വിലയിരുത്തൽ ചോദ്യങ്ങൾ തയ്യാറാക്കുമ്പോൾ അവയ്ക്ക് ഉണ്ടായിരിക്കേണ്ട പ്രധാന സവിശേഷതകളും പരിഗണിക്കേണ്ട ചിന്താ പ്രക്രിയകളും കണക്കിലെടുക്കണം. അപ്പൊ നമ്മൾ വിലയിരുത്തൽ ചോദ്യങ്ങൾ കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കുമ്പോൾ ഈ വിലയിരുത്തൽ ചോദ്യങ്ങൾക്കുണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട സവിശേഷതകളും പരിഗണിക്കേണ്ട ചിന്താ പ്രക്രിയകളും നമ്മൾ എന്ത് ചെയ്യണം, കണക്കിലെടുക്കണം. വിലയിരുത്തൽ ചോദ്യങ്ങൾക്കുണ്ടായിരിക്കേണ്ട പ്രധാന സവിശേഷതകളും പരിഗണിക്കേണ്ട ചിന്താ പ്രക്രിയകളും 3ാം സെമസ്റ്റർ EVS-ൽ ചർച്ച ചെയ്തിട്ടുള്ളത് റെഫർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. താഴെ ചോദ്യങ്ങൾ തയ്യാറാക്കുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ കൂടി പരിഗണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് ചോദ്യങ്ങൾ തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ജ്ഞാനനിർമ്മിതി സമീപനത്തിൽ ഊന്നിയാണ് ചോദ്യങ്ങൾ തയ്യാറാക്കേണ്ടത്. നമ്മൾ ഇതിനു വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കുമ്പോൾ അത് ജ്ഞാനനിർമ്മിതി സമീപനത്തിൽ ഊന്നിയിട്ടുള്ളതായിരിക്കണം. വ്യത്യസ്ത നിലവാരക്കാരെ പരിഗണിക്കുന്ന വിധത്തിൽ നമ്മൾ ചോദ്യ പേപ്പർ തയ്യാറാക്കണം. ഇപ്പോ വളരെ എളുപ്പവുമായി പോരുത്, വളരെ കഠിനവുമായി പോരുത്. വ്യത്യസ്ത നിലവാരക്കാരെ പരിഗണിക്കുന്ന വിധത്തിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചോദ്യ പേപ്പർ തയ്യാറാക്കേണ്ടത്. പ്രധാന ആശയ മേഖലകളിലും നൈപുണികളിലും നിലവാരഭേദം പരിഗണിക്കണം. അപ്പൊ നമ്മുടെ പ്രധാനപ്പെട്ട പാഠഭാഗത്തിലെ ആശയ മേഖലകളിലും അതേപോലെ നൈപുണികളിലും നിലവാരഭേദം നമ്മൾ എന്ത് ചെയ്യണം, പരിഗണിക്കണം. അടിസ്ഥാന ശേഷികളും ധാരണകളും സന്ദർഭാനുസരണം പ്രയോഗിക്കാൻ അവസരമുണ്ടാവണം. കുട്ടി നേടിയിട്ടുള്ള അടിസ്ഥാനമായിട്ടുള്ള ശേഷികളും അതേപോലെ തന്നെ ധാരണകളും ഓരോ വ്യത്യസ്ത സന്ദർഭാനുസരണം പ്രയോഗിക്കാനായിട്ടുള്ള അവസരം ആ ചോദ്യങ്ങളിൽ എന്ത് ചെയ്യണം, ഉണ്ടാവണം. ഓരോ കുട്ടിക്കും തൻ്റെതായ നിലയിൽ മികവ് പ്രകടിപ്പിക്കാനുള്ള അവസരം ഈ ഒരു ചോദ്യ പേപ്പറിൽ ഉണ്ടാവണം. ഓരോ കുട്ടിക്കും തൻ്റെതായിട്ടുള്ള നിലയിൽ മികവ് പ്രകടിപ്പിക്കാനുള്ള അവസരം ഈ ഒരു ചോദ്യ പേപ്പറിൽ ഉണ്ടാവണം. ഭിന്നശേഷിക്കാരെ പരിഗണിക്കുന്ന നിശ്ചിത എണ്ണം ചോദ്യങ്ങൾ നമ്മൾ ഈ ചോദ്യ പേപ്പറിൽ ഉൾപ്പെടുത്തണം. ഭിന്നശേഷിക്കാരെ പരിഗണിക്കുന്ന നിശ്ചിത എണ്ണം ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ചോദ്യ പേപ്പറിൽ ഉൾപ്പെടുത്തണം.
ചോദ്യങ്ങൾ ചിന്താപ്രക്രിയയ്ക്ക് ഊന്നൽ നൽകുന്നതും വെല്ലുവിളി ഉയർത്തുന്നതുമാണ്. അപ്പൊ നമ്മൾ തയ്യാറാക്കുന്ന ചോദ്യങ്ങൾ എന്ത് ചെയ്യണം? കുട്ടികളുടെ ചിന്താപ്രക്രിയയ്ക്കായിരിക്കണം കൂടുതൽ ഊന്നൽ നൽകേണ്ടത്. അതേപോലെ കുട്ടികൾക്ക് ചെറിയ രീതിയിലുള്ള അവരുടെ ഒരു ചിന്താപ്രക്രിയയെ ചോദ്യം ചെയ്യുന്ന തരത്തിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ചോദ്യങ്ങൾ തയ്യാറാക്കേണ്ടത്. നൂതനവും വൈവിധ്യപൂർണവുമായ ചോദ്യങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി കഴിയണം. എല്ലാ പരീക്ഷയ്ക്കും ഒരേ തരത്തിലുള്ള ചോദ്യങ്ങളായി പോരുത്. വ്യത്യസ്തങ്ങളായിട്ടുള്ളതും അതേപോലെ തന്നെ നൂതനവുമായിട്ടുള്ള ചോദ്യങ്ങൾ, നൂതനം എന്ന് വെച്ചാൽ പുതിയത്, അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കഴിയണം. ചോദ്യങ്ങളിലെ നിർദ്ദേശങ്ങൾക്ക് വ്യക്തതയുണ്ടാവണം. അപ്പൊ ഈ ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചു, അപ്പൊ ഈ ചോദ്യങ്ങളിലെ നിർദ്ദേശങ്ങൾക്ക് എന്ത് ചെയ്യണം? വളരെ കൃത്യമായിട്ട് വ്യക്തത ഉണ്ടാവണം എന്നുള്ളത് അവിടെ അറിഞ്ഞിരിക്കുക. ചോദ്യങ്ങൾ തയ്യാറാക്കുന്നതിനായി പഠന നേട്ടങ്ങളെ ആവശ്യാനുസരണം വിഭജിക്കുകയും കൂട്ടിച്ചേർക്കുകയും ആവും. അപ്പൊ നമുക്ക് ഈ ഒരു ചോദ്യം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമുക്ക് വലിയ പഠന നേട്ടം ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ അതൊരു ചെറിയ പഠന നേട്ടമായിരിക്കും. അപ്പൊ ഈ ഒരു ചോദ്യം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പഠന നേട്ടങ്ങളെ നമ്മുടെ ആവശ്യാനുസരണം വിഭജിക്കുകയും അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കുകയും ചെയ്യാവുന്നതാണ് എന്നുള്ളത് നമ്മൾ അവിടെ ഓർത്തിരിക്കുക. പഠന നേട്ടങ്ങളെ ആവശ്യാനുസരണം വിഭജിച്ചും കൂട്ടിച്ചേർത്തും ചോദ്യങ്ങൾ നിർമ്മിക്കാം. അത് അതേ കാര്യം തന്നെയാണ്. വിവരണാത്മക ചോദ്യങ്ങളുടെ ഉത്തരങ്ങളുടെ ദൈർഘ്യം സൂചിപ്പിക്കണം. അപ്പൊ നമ്മൾ ചോദ്യപേപ്പർ തയ്യാറാക്കുകയാണ്. ആ ചോദ്യപേപ്പറിൽ ഒരു വിവരണാത്മക ചോദ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ വിവരണാത്മക ചോദ്യങ്ങളുടെ ഉത്തരങ്ങളുടെ ദൈർഘ്യം നമ്മൾ അവിടെ സൂചിപ്പിക്കണം. ചോദ്യഭാഷ ലളിതവും വിദ്യാർത്ഥി സൗഹൃദപരവും ആയിരിക്കണം. ചോദ്യഭാഷ എന്ന് പറയുന്നത് ലളിതമായിരിക്കണം, അതേപോലെ വിദ്യാർത്ഥി സൗഹൃദപരവും ആയിരിക്കണം. ചിത്രങ്ങൾ, ഗ്രാഫുകൾ, പട്ടികകൾ, ഭൂപടങ്ങൾ എന്നിവയുടെ സാധ്യതകൾ നമ്മൾ എന്ത് ചെയ്യണം? ഉപയോഗപ്പെടുത്തണം. ഒരു പരീക്ഷ പേപ്പറിൽ ചിത്രങ്ങള്, ഗ്രാഫുകള്, പട്ടികകള്, ഭൂപടങ്ങൾ എന്നിവയുടെ സാധ്യതകൾ നമ്മൾ എന്ത് ചെയ്യണം? ഉപയോഗപ്പെടുത്തണം. ആശയങ്ങൾക്കും യൂണിറ്റുകൾക്കും ആനുപാതിക പ്രാധാന്യം വേണം. ആശയങ്ങൾക്കും യൂണിറ്റുകൾക്കും, വിവിധ ആശയങ്ങൾക്കും വിവിധ യൂണിറ്റുകൾക്കും അതിന്റെ ലെങ്ത് അനുസരിച്ച്, അതിന്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് നമുക്ക് ആനുപാതികമായ പ്രാധാന്യം നൽകാൻ വേണ്ടിയിട്ട് കഴിയണം. സ്വന്തം നിലപാടുകൾ, വിമർശന ചിന്ത, പ്രതികരണ ശേഷി എന്നിവ പ്രകടിപ്പിക്കുന്നതിന് അവസരമുണ്ടാവണം. കുട്ടിയുടെ സ്വന്തമായിട്ടുള്ള നിലപാട്, കുട്ടിയുടെ വിമർശന ചിന്ത, കുട്ടിയുടെ പ്രതികരണ ശേഷി എന്നിവ പ്രകടമാക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യണം? ചോദ്യ പേപ്പറിൽ ഉണ്ടാവണം. അപ്പം മാത്രമേ കുട്ടിയുടെ ഒരു നിലവാരം നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റൂ. ഉയർന്ന നിലവാരത്തിലുള്ള ചോദ്യങ്ങളിൽ എല്ലാവർക്കും എഴുതാവുന്ന ഒരു പ്രവേശക ചോദ്യം ഉണ്ടാവണം. അപ്പൊ നമ്മൾ ഉയർന്ന നിലവാരത്തിലുള്ള തരത്തിലുള്ള ഒരു ചോദ്യം ചോദിക്കുകയാണ്. അപ്പൊ ആ ചോദ്യത്തിന്റെ എന്ത് ചെയ്യണം? ചോദ്യത്തിന്റെ പ്രവേശക ചോദ്യം എന്നുള്ളത് എല്ലാ തരത്തിലുള്ള കുട്ടികൾക്കും എഴുതാൻ കഴിയുന്ന ഒരു എളുപ്പമുള്ള ചോദ്യമായിരിക്കണം. ഓപ്പൺ എൻഡഡ് ചോദ്യ സാധ്യത നമ്മൾ കൂടുതലായിട്ട് പ്രയോജനപ്പെടുത്തണം. കുട്ടിയുടെ ഒരു രീതിക്കനുസരിച്ച് എഴുതാൻ പറ്റുന്ന, അവരുടെ ആശയങ്ങൾ കൂടുതൽ ഉൾക്കൊള്ളിക്കുന്ന ചോദ്യങ്ങൾ, അത്തരത്തിലുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തണം. ചിന്താ പ്രക്രിയ പരിഗണിച്ച് ഉത്തരം എഴുതാനുള്ള സമയവും സ്കോറും നിർണ്ണയിക്കണം. അപ്പൊ നമ്മൾ ഒരു ചോദ്യം സെലക്ട് ചെയ്യാണ്. അപ്പൊ ഈ ചോദ്യത്തിന് എത്ര സമയം വേണം, അതിന് എത്ര സ്കോർ വരെ കൊടുക്കാം, അത് ചിന്താ പ്രക്രിയ പരിഗണിച്ച് ഉത്തരം എഴുതാനുള്ള സമയവും സ്കോറുമാണ് നമ്മൾ നിർണ്ണയിക്കേണ്ടത്. ബഹുവികൽപ്പ ചോദ്യങ്ങളും ഓർമ്മ പരിശോധന മാത്രമുള്ള ചോദ്യങ്ങളും പരിമിതമാക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യരുത്? ബഹുവികൽപ്പ ചോദ്യങ്ങൾ, അതേപോലെ തന്നെ കുട്ടിയുടെ വെറും ഒരു മെമ്മറി ടെസ്റ്റ് എന്ന നിലയിലുള്ള ചോദ്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? പരിമിതമാക്കണം എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. വിലയിരുത്തൽ സൂചകങ്ങൾ കൃത്യതയോടെ തയ്യാറാക്കണം. ഈ ഒരു ചോദ്യപേപ്പർ നമ്മൾ തയ്യാറാക്കി, പരീക്ഷ നമ്മൾ നടത്തി. ഈ ഒരു പരീക്ഷ നടത്തി കഴിഞ്ഞ് ഇത് വിലയിരുത്താനുള്ള സൂചകങ്ങൾ എന്ത് ചെയ്യണം? വളരെ കൃത്യതയോടെ തന്നെ നമ്മൾ തയ്യാറാക്കണം. വിവരണാത്മക ചോദ്യങ്ങൾക്ക് ഓരോ ഘടകത്തിനും വേർതിരിച്ച് സ്കോർ നൽകണം. അപ്പൊ വിവരണാത്മക ചോദ്യമുണ്ട്, അപ്പൊ അതിന്റെ ഇൻട്രൊഡക്ഷൻ, അതിന്റെ ഫസ്റ്റ് പാർട്ട്, അതിന്റെ സെക്കൻഡ് പാർട്ട്, അങ്ങനെ വരുന്ന രീതിയിൽ ഓരോ ഘടകത്തിനും നമുക്ക് എന്ത് ചെയ്യണം? വേർതിരിച്ച് സ്കോർ കൊടുക്കാനുള്ള
അതിനു വേണ്ടിയിട്ട് കഴിയണം. ചോദ്യപേപ്പറിന് മുകളിൽ പൊതുനിർദ്ദേശങ്ങൾ, സമയം, സ്കോർ എന്നിവ നൽകിയിരിക്കണം. അപ്പൊ നമ്മൾ ഒരു ചോദ്യപേപ്പർ ഇടുകയാണ്. ഈ ഒരു ചോദ്യപേപ്പറിന് മുകളിൽ നമ്മൾ പൊതുനിർദ്ദേശങ്ങൾ, സമയം, സ്കോർ എന്നിവ നൽകിയിരിക്കണം. ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിന് മുമ്പ് ചോദ്യപേപ്പർ ഡിസൈൻ നമ്മൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും തയ്യാറാക്കിയിരിക്കണം എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. ഉത്തര സൂചികയും സ്കോറിങ്ങിനുള്ള പദ്ധതിയുമാണ് അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ടൂളുകൾ അല്ലെങ്കിൽ ചോദ്യങ്ങൾക്ക് ഉത്തര സൂചികയും അതേപോലെ സ്കോറിങ്ങിനുള്ള പദ്ധതിയും തയ്യാറാക്കി കഴിയുമ്പോൾ മാത്രമാണ് ചോദ്യ നിർമ്മാണം പൂർത്തീകരിക്കുന്നത്. അപ്പൊ ആ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കുക, ബ്ലൂ പ്രിന്റിനനുസരിച്ച് നമ്മളൊരു ചോദ്യപേപ്പർ തയ്യാറാക്കുക. ആ ഒരു ചോദ്യപേപ്പറിന്റെ ഒരു ഉത്തര സൂചികയും അതേപോലെ തന്നെ സ്കോറിങ്ങിനുള്ള വിലയിരുത്തൽ പദ്ധതിയും കൂടെ തയ്യാറാക്കി കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു ചോദ്യപേപ്പർ നിർമ്മാണം പൂർണ്ണഘട്ടത്തിലെത്തി എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് കഴിയൂ. ഉത്തര സൂചികയും സ്കോറിങ്ങിനുള്ള നിർദ്ദേശവും എന്ത് ചെയ്തിരിക്കണം? വളരെ കൃത്യവും വളരെ വ്യക്തവുമായിരിക്കണം. വ്യത്യസ്ത ആളുകൾ നിശ്ചിത ഉത്തരസൂചിക പരിഗണിച്ചുകൊണ്ട് ഉത്തരക്കടലാസ് വിലയിരുത്തുമ്പോൾ ആ ഒരു ഫലത്തിൽ വ്യത്യാസം വരാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പോൾ നമ്മളെ ഒരു പരീക്ഷ പേപ്പർ നോക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു പ്രോസസ്സാണ്. ഒരു പൊതുപരീക്ഷ നടക്കുമ്പോൾ പല പല ടീച്ചേഴ്സ് ആയിരിക്കും ഒരേ ചോദ്യപേപ്പർ തന്നെ നോക്കുക. അപ്പോൾ ഓരോ ടീച്ചർമാരെയും മൈൻഡിനനുസരിച്ച് ആ മാർക്കിൽ ചെറിയ വ്യത്യാസം സ്വാഭാവികമായിട്ടും വരും. പക്ഷെ എന്ത് ചെയ്യരുത്? കൃത്യമായിട്ടുള്ള ഒരു ഉത്തരസൂചിക നൽകി കഴിഞ്ഞാൽ അതിന്റെ ബേസിൽ മാത്രം മാർക്കിടുന്ന അധ്യാപകരാണെങ്കിൽ നല്ല ഒരു വിഭാഗം എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ ആ ഫലത്തിലുള്ള വ്യത്യാസം നമുക്ക് ഒഴിവാക്കുവാൻ വേണ്ടിയിട്ടും കൂടെ പറ്റും. ചോദ്യങ്ങളുടെ അപഗ്രഥനമാണ്. ചോദ്യനിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ചോദ്യകർത്താവ് തന്നെ ചോദ്യപേപ്പർ വിലയിരുത്തലിന് വിധേയമാക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മളൊരു ചോദ്യപേപ്പർ നിർമ്മാണം പൂർത്തീകരിച്ചു. അപ്പൊ നമ്മൾ തയ്യാറാക്കിയ ചോദ്യപേപ്പർ എന്ത് ചെയ്യണം? നമ്മൾ തന്നെ വിലയിരുത്തലിന് വിധേയമാക്കണം. ചോദ്യനിർമ്മാണത്തിന് മുന്നോടിയായി തയ്യാറാക്കിയ രൂപരേഖയ്ക്ക് അനുസൃതമാണോ ചോദ്യപേപ്പർ എന്ന് പരിശോധിക്കുകയാണ് ചോദ്യങ്ങളുടെ അപഗ്രഥനത്തിലൂടെ നിർവഹിക്കപ്പെടുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ചോദ്യങ്ങളുടെ അപഗ്രഥനം എന്ന് പറയുന്നത് എന്താ? നമ്മൾ ഈ ഒരു ചോദ്യ നിർമ്മാണത്തിന് മുമ്പ് ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ബ്ലൂ പ്രിന്റിന് അനുസൃതമായിട്ടാണോ നമ്മൾ ചോദ്യപേപ്പർ തയ്യാറാക്കിയിട്ടുള്ളത് എന്ന് പരിശോധിക്കുകയാണ് ഈ ഒരു ചോദ്യങ്ങളുടെ അപഗ്രഥനത്തിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. നിശ്ചിത യൂണിറ്റുകള്, പഠന നേട്ടങ്ങള്, ചിന്താ പ്രക്രിയകള്, ചോദ്യ മാതൃകകള്, സ്കോറ്, സമയം എന്നീ ഘടകങ്ങള് ചോദ്യപേപ്പർ നിർമ്മാണ വേളയിൽ കൃത്യമായി പാലിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ചോദ്യങ്ങളുടെ അപഗ്രഥനത്തിലൂടെ നിശ്ചിത യൂണിറ്റുകള്, പഠന നേട്ടങ്ങള്, ചിന്താ പ്രക്രിയകള്, ചോദ്യ മാതൃകകള്, സ്കോറ്, സമയം എന്നീ ഘടകങ്ങൾ ഈ ഒരു ചോദ്യപേപ്പർ നിർമ്മാണ വേളയിൽ കൃത്യമായി പാലിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. കുട്ടികളുടെ ഉത്തരങ്ങൾ വിശകലനം ചെയ്യുമ്പോഴും നമുക്ക് ഈ ഒരു രേഖ ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. അടുത്തതായിട്ടുള്ളത് പ്രക്രിയാശേഷികളും വിലയിരുത്തലുമാണ്. കുട്ടിയുടെ പഠന നേട്ടങ്ങളോടൊപ്പം പ്രക്രിയാശേഷികളുടെ വികസനം കൂടി പഠന പ്രവർത്തനങ്ങളിലൂടെ നാം ലക്ഷ്യമിടുന്നു. അപ്പോൾ നമ്മുടെ ഒരു കുട്ടിയുടെ ഒരു പഠന നേട്ടങ്ങളോടൊപ്പം തന്നെ പ്രക്രിയാശേഷി, വിവിധങ്ങളായിട്ടുള്ള പ്രക്രിയാശേഷിയുടെ ഒരു വികസനം കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പഠന പ്രവർത്തനങ്ങളിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചിന്താ പ്രക്രിയകളുടെ നിലവാരം കൂടി വിലയിരുത്തിയാൽ മാത്രമേ മൂല്യനിർണയം സമഗ്രമാവും. അതുകൊണ്ട് തന്നെ നമ്മൾ വെറുതെ എന്ത് ചെയ്യാൻ പാടില്ല? ഇങ്ങനൊരു ചോദ്യപേപ്പറിൽ മാത്രം വിലയിരുത്തൽ ഒതുങ്ങി പോവാൻ പാടില്ല. ചിന്താ പ്രക്രിയകളുടെ നിലവാരം കൂടി എന്ത് ചെയ്യണം? നമ്മൾ വിലയിരുത്തേണ്ടി വരും. വസ്തുക്കളെ അല്ലെങ്കിൽ വസ്തുതകളെ നിരീക്ഷിക്കുക, പ്രശ്ന പരിഹാരത്തിന് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുക, ശേഖരിച്ച വിവരങ്ങളെ ഉചിതമായ രീതിയിൽ തരംതിരിക്കുക, വിശകലനത്തിന് വിധേയമാക്കുക, നിഗമനങ്ങൾ രൂപപ്പെടുത്തുക, അവ പ്രയോഗിച്ച് ശരിതെറ്റുകൾ ബോധ്യപ്പെട്ട് ആവശ്യമായ തിരുത്തലുകൾ വരുത്തുക, ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുക,
തുടങ്ങിയ പ്രക്രിയാശേഷികൾ പഠനത്തിനു മാത്രമല്ല വിജയത്തിനും അനിവാര്യമാണല്ലോ. അപ്പൊ നമ്മൾ നോക്കേണ്ടത് എന്തൊക്കെയാണ് പ്രക്രിയാശേഷികൾ എന്ന് അറിഞ്ഞിരിക്കുക. ഇപ്പൊ വിവരശേഖരണം ഒരു പ്രക്രിയാശേഷിയാണ്, നിരീക്ഷണം ഒരു പ്രക്രിയാശേഷിയാണ്, തരംതിരിക്കൽ ഒരു പ്രക്രിയാശേഷിയാണ്, വിശകലനം ഒരു പ്രക്രിയാശേഷിയാണ്, നിഗമനം രൂപീകരിക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാ പ്രക്രിയാശേഷികളും എന്താണ് നമ്മൾ വിലയിരുത്തലിന് വിധേയമാക്കണം. ഇത്തരത്തിലുള്ള പ്രക്രിയാശേഷികൾ നമ്മുടെ പഠനത്തിനു മാത്രമല്ല ജീവിത വിജയത്തിനും കൂടെ അനിവാര്യമാണ് എന്നുള്ള കാര്യം അവിടെ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. UP ക്ലാസ്സുകളിൽ പരിഗണിക്കുന്ന പ്രക്രിയാശേഷികളും വിലയിരുത്തൽ സൂചകങ്ങളും. പ്രക്രിയാശേഷികളുടെ വിലയിരുത്തൽ. ഒന്നാമത്തെ പ്രക്രിയാശേഷിയാണ് നിരീക്ഷണം. പ്രശ്നപരിഹരണത്തിന് ആവശ്യമായ വിവരശേഖരണത്തിനായി ഇന്ദ്രിയങ്ങളെ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മളെ ഇന്ദ്രിയങ്ങളെ ഉപയോഗിച്ചിട്ടുണ്ട്. വ്യത്യസ്ത വസ്തുക്കൾ, സംഭവങ്ങൾ എന്നിവ തമ്മിലുള്ള സാമ്യ വ്യത്യാസങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. വ്യത്യസ്ത വസ്തുക്കളും അതേപോലെ തന്നെ സംഭവങ്ങളൊക്കെ തമ്മിലുള്ള സാമ്യ വ്യത്യാസങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഒരേപോലെയുള്ള വസ്തുക്കൾ, സംഭവങ്ങൾ എന്നിവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ, സാമ്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഒരേപോലെയുള്ള വസ്തുക്കള്, സംഭവങ്ങൾ എന്നിവ തമ്മിലുള്ള നമ്മൾ ഈ ഒരു നിരീക്ഷണം എന്ന കാര്യങ്ങളുടെ വിലയിരുത്തൽ നടത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പരിഗണിക്കണം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഒരേപോലെയുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ സംഭവങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ, സാമ്യങ്ങൾ ഈ കുട്ടി കണ്ടെത്തിയിട്ടുണ്ടോ? പിന്നെ നിരീക്ഷണ ഫലങ്ങൾ വാക്കാലുള്ള അവതരണം അല്ലെങ്കിൽ എഴുത്തിലൂടെ അവതരിപ്പിക്കാൻ ഈ കുട്ടിക്ക് സാധിച്ചിട്ടുണ്ടോ? ക്രമേണ സങ്കീർണത കൂടി വരുന്ന ചിത്രങ്ങൾ, മാപ്പുകൾ, പട്ടികകൾ എന്നിവയും നിന്നും പ്രസക്തമായ വിവരങ്ങൾ ഈ കുട്ടി തിരഞ്ഞെടുത്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇതിൽ നോക്കേണ്ടത്. ഇനി അടുത്തതായിട്ടുള്ളത് വർഗീകരണമാണ്. നിരീക്ഷിക്കാൻ കഴിയുന്ന സ്വഭാവവിശേഷങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു കൂട്ടം വസ്തുക്കളെ അല്ലെങ്കിൽ ആശയങ്ങളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കുട്ടിക്ക് ഈ ഒരു നിരീക്ഷിക്കാൻ കഴിയുന്ന സ്വഭാവ വിശേഷങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു കൂട്ടമായിട്ടുള്ള വസ്തുക്കളെ അല്ലെങ്കിൽ ആശയങ്ങളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരു കൂട്ടം വസ്തുക്കളുടെ അല്ലെങ്കിൽ ആശയങ്ങളുടെ വ്യത്യാസങ്ങളും ഭിന്നതകളും ഈ കുട്ടിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? പ്രസ്തുത വസ്തുക്കളുടെ അല്ലെങ്കിൽ ആശയങ്ങളുടെ സമാനതകൾ തിരിച്ചറിഞ്ഞ് കൂട്ടങ്ങളാക്കാൻ കുട്ടിക്ക് കഴിയുന്നുണ്ടോ? മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യത്യാസം വിശദമാക്കി വസ്തുക്കളെ അല്ലെങ്കിൽ വിവരങ്ങളെ കുട്ടിക്ക് കൂട്ടങ്ങളാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ തുടങ്ങിയവയൊക്കെയാണ് വർഗീകരണത്തിൽ നമ്മൾ വിലയിരുത്തുക. ഇനി അടുത്ത ഒരു പ്രക്രിയാശേഷിയാണ് ആശയം വിനിമയം ചെയ്യൽ എന്നുള്ളത്. ഈ ആശയം വിനിമയം ചെയ്യലിൽ നമ്മൾ ഏത് തരത്തിലാണ് ആ ഒരു വിലയിരുത്തൽ നടക്കുക എന്നുള്ളതാണ്. പട്ടികകൾ, ഗ്രാഫുകൾ, മാപ്പുകൾ, ചാർട്ടുകൾ എന്നിവയിലൂടെ ഫലപ്രദമായി കുട്ടി ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ? ചിത്രം വരച്ചും മാതൃകകൾ നിർമ്മിച്ചും ആശയവിനിമയം കുട്ടി നടത്തിയിട്ടുണ്ടോ? കുറിപ്പുകൾ, വിവരങ്ങൾ, റിപ്പോർട്ടുകൾ എന്നിവയിലൂടെ കുട്ടിക്ക് ആശയവിനിമയം നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. അടുത്തതായിട്ടുള്ളത് മറ്റൊന്ന് അളക്കലാണ്. അളന്ന് തിട്ടപ്പെടുത്തേണ്ട വിവരങ്ങൾ ഏതാണെന്ന് കുട്ടി കണ്ടെത്തിയിട്ടുണ്ടോ? അനുയോജ്യമായ തോത് ഉപയോഗിച്ച് ആ കുട്ടി അളന്നിട്ടുണ്ടോ? അളവ് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അവിടെ നോക്കേണ്ടത്. അടുത്തതായിട്ടുള്ളത് നിഗമനം രൂപീകരിക്കലാണ്. ശേഖരിച്ച വിവരങ്ങളിൽ നിന്നും പ്രശ്നപരിഹരണത്തിന് ആവശ്യമായ അളവുകൾ കുട്ടി കണ്ടെത്തിയിട്ടുണ്ടോ? ലഭ്യമായിട്ടുള്ള ദത്തങ്ങളുടെ അല്ലെങ്കിൽ ഫാക്റ്റുകളുടെ പരസ്പര ബന്ധം കുട്ടി കണ്ടെത്തിയിട്ടുണ്ട്. ദത്തങ്ങളിൽ നിന്നും കുട്ടിക്ക് ഒരു പാറ്റേൺ നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും. സംഭവത്തിന്റെ അല്ലെങ്കിൽ പ്രതിഭാസത്തിന്റെ സാധ്യമായ കാരണങ്ങൾ യുക്തിസഹമായിട്ട് കുട്ടി തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അത് പ്രവചിക്കാനായിട്ട് ആ ഒരു കുട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? കണ്ടെത്തലുകളുടെ പ്രകൃതവുമായി ചേർന്നു പോകുന്ന തെളിവുകൾ കുട്ടി പരിശോധിച്ചിട്ടുണ്ടോ? ഊഹത്തിന്റെ സാധ്യത അവിടെ പരിശോധിച്ചിട്ടുണ്ടോ? അനുഭവങ്ങളിലൂടെ അല്ലെങ്കിൽ പരീക്ഷണങ്ങളിലൂടെ ലഭിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിഗമനങ്ങൾ കുട്ടിക്ക് രൂപീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അവിടെ നോക്കുക. ഇനി അടുത്തതായിട്ടുള്ളത് പരീക്ഷണങ്ങളാണ്. ഈ പരീക്ഷണം എന്ന പ്രക്രിയാശേഷിയിൽ ആ ഒരു കുട്ടിക്ക് ഉപകരണങ്ങൾ കൃത്യതയോടെയും സൂക്ഷ്മതയോടെയും കൈകാര്യം ചെയ്യാൻ വേണ്ടി കഴിയുന്നുണ്ടോ? പരീക്ഷണം നിരീക്ഷിച്ച് പ്രശ്നപരിഹരണത്തിന് ആവശ്യമായ തെളിവുകൾ കുട്ടി ശേഖരിക്കുന്നുണ്ടോ?
പരീക്ഷണങ്ങൾ രേഖപ്പെടുത്തുകയും വിശകലനം ചെയ്ത് നിഗമനങ്ങളിൽ എത്തിച്ചേരുകയും കുട്ടി ചെയ്യുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പരീക്ഷണം എന്ന പ്രക്രിയാശേഷിയിൽ വിലയിരുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിട്ട് നോക്കുക. ഇനി അടുത്തതായിട്ട് ടേം മൂല്യനിർണ്ണയത്തിനുള്ള ചോദ്യപേപ്പറിന്റെ നിർമ്മാണ ഘട്ടങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. മറ്റു വിഷയങ്ങളിൽ ഒരുപാട് ചർച്ച ചെയ്തു പോകുന്നതുകൊണ്ട് തന്നെ എളുപ്പമായിട്ടുള്ള ഒരു ഭാഗമാണിത്. ചോദ്യപേപ്പർ നിർമ്മാണത്തിൽ പാലിക്കേണ്ട ഘട്ടങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ടേം മൂല്യനിർണ്ണയത്തിനുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കുന്നതിനു മുമ്പ് അതിനുള്ള രൂപരേഖ തയ്യാറാക്കണം. നമ്മൾ ആദ്യം ടേം മൂല്യനിർണ്ണയത്തിനുള്ള ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? അതിനു വേണ്ടിയിട്ടുള്ള ഒരു രൂപരേഖ നമ്മൾ തയ്യാറാക്കണം. ഏതെല്ലാം പഠന നേട്ടങ്ങൾ പരിഗണിക്കണം, എത്ര സ്കോറിനുള്ള ചോദ്യങ്ങൾ ആവശ്യമാണ്, ചോദ്യങ്ങളുടെ രീതി എന്താവണം തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ തീരുമാനിച്ച് അതിന്റെ രൂപരേഖ തയ്യാറാക്കുന്നതാണ് ബ്ലൂ പ്രിന്റ്. അപ്പൊ ഈ ഒരു ബ്ലൂ പ്രിന്റിൽ നമ്മൾ എന്തൊക്കെ പരിഗണിക്കണം? ഏതെല്ലാം പഠന നേട്ടങ്ങൾ നമ്മൾ ഈ ഒരു പരീക്ഷയ്ക്ക് പരിഗണിക്കണം, എത്ര സ്കോറിനുള്ള ചോദ്യങ്ങൾ ആവശ്യമാണ്, ചോദ്യങ്ങളുടെ രീതി എന്താവണം തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് ഇതിന്റെ രൂപരേഖ തയ്യാറാക്കുന്നതിനെയാണ് നമ്മൾ എന്തു പറയാം? ബ്ലൂ പ്രിന്റ് എന്ന് പറയാം. പാഠഭാഗങ്ങള്, ചോദ്യമാതൃകകള്, കാഠിന്യ നിലവാരം, സ്കോറ് തുടങ്ങിയവ തീരുമാനിച്ച് വിവിധ ഫോർമാറ്റുകളിലേക്ക് എഴുതി തയ്യാറാക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പാഠഭാഗങ്ങള്, ചോദ്യമാതൃകകള്, അതിന്റെ കാഠിന്യ നിലവാരം, സ്കോറ് തുടങ്ങിയവ തീരുമാനിച്ച് അത് വിവിധ ഫോർമാറ്റിൽ എഴുതി തയ്യാറാക്കുകയും അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ചോദ്യ നിർമ്മാണം നടത്തണം, ഉത്തരസൂചികാ നിർമ്മാണം നടത്തണം, ചോദ്യ വിശകലനം നടത്തണം. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ ഒരു ടേം മൂല്യനിർണ്ണയത്തിനുള്ള ചോദ്യപേപ്പർ പൂർണ്ണമാകുക. നിശ്ചിത പരിഗണനകൾ ഉറപ്പുവരുത്തുവാനും നിലവാരം ഉറപ്പുവരുത്തുവാനും ഈ രീതി എന്താണ്? ആവശ്യമാണ്. 1-2 യൂണിറ്റുകൾക്കുള്ള യൂണിറ്റ് ടെസ്റ്റുകൾക്കും ഈ മാതൃക നമുക്ക് പിന്തുടരാം. ടേം മൂല്യനിർണ്ണയത്തിന് മാത്രമല്ല, എന്തിനും കൂടെ നമുക്ക് ഈ ഒരു യൂണിറ്റ് ടെസ്റ്റിനും കൂടെ നമുക്ക് ഈ ഒരു മാതൃക പിന്തുടരാം. ഇതിന്റെ ഒരു ചോദ്യപേപ്പർ ഡിസൈൻ 5ാം ക്ലാസ്സിലുള്ള ഒരു മോഡൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പെട്ടെന്നൊന്ന് നോക്കി പോവാം. യൂണിറ്റുകളുടെ ആപേക്ഷിക പ്രാധാന്യം, ഓരോ യൂണിറ്റിൽ നിന്നും ചോദ്യങ്ങളുടെ എണ്ണം, അതിന് കൊടുത്തിരിക്കുന്ന സ്കോർ എത്രയാണ്, അത് ടോട്ടൽ സ്കോറിന്റെ എത്ര ശതമാനമാണ് എന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത മാതൃകകൾക്കുള്ള ആപേക്ഷിക പ്രാധാന്യം, വസ്തുനിഷ്ഠ ചോദ്യങ്ങൾ എത്രയുണ്ട്, അതിന് എത്ര സ്കോർ ഉണ്ട്, വിവരണാത്മകം എത്രയുണ്ട്, അതിന്റെ സ്കോർ എത്രയാണ്, പിന്നെ നമുക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടും മറ്റേ ഒരു ഷോർട്ട് ആൻസർ എഴുതാനുള്ള ചോദ്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തുക. അതിൽ ചോദ്യങ്ങളുടെ എണ്ണം, ആകെ സ്കോർ എന്നുള്ളത് എഴുതുക. ഇനി അത് വെച്ചാണ് നമ്മൾ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കുക. നമ്മൾ മുകളിൽ എഴുതിയ കാര്യങ്ങളെല്ലാം തന്നെ പാഠത്തിന്റെ പേര് ഇങ്ങോട്ട് എഴുതും. പിന്നെ ഈ നമ്മൾ ആദ്യം പറഞ്ഞ ചോദ്യ മാതൃക, ആകെ ചോദ്യങ്ങൾ, സ്കോറൊക്കെ ഇങ്ങോട്ട് എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു ചോദ്യ പേപ്പറിന്റെ ബ്ലൂ പ്രിന്റ് നമ്മൾ വരയ്ക്കും. ചോദ്യ പേപ്പർ അനുബന്ധത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചോദ്യങ്ങളുടെ വിലയിരുത്തൽ സൂചകങ്ങളാണ്. അതിൽ നമ്മൾ ചോദ്യ നമ്പർ, വിലയിരുത്തൽ, അതിന്റെ സ്കോർ വിശദാംശങ്ങൾ, ആകെ സ്കോർ എന്ന നിലയിൽ പട്ടികയാക്കിയിട്ടാണ് നമ്മൾ ആ ഒരു ഭാഗം ചെയ്യുക. പിന്നെ ചോദ്യ വിശകലനം ചെയ്യും. ചോദ്യ നമ്പർ, യൂണിറ്റ്, പഠന നേട്ടങ്ങൾ, ചിന്താ പ്രക്രിയകൾ, ചോദ്യ മാതൃക, സ്കോർ, സമയം തുടങ്ങിയവ, അതിൽ ABC ആ എല്ലാ ഭാഗങ്ങളിലും വരുന്നത് പോലെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ എഴുതി അവിടെ ചേർത്തിട്ട് ഇങ്ങനെ ഓരോരോ ചോദ്യങ്ങൾ, 100 ചോദ്യങ്ങളാണ് ഉള്ളതെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ആ 100 ചോദ്യത്തിനും ഇത്തരത്തിൽ ഈ കാര്യങ്ങൾ തയ്യാറാക്കണം. മൂല്യനിർണ്ണയ ടൂൾ തയ്യാറാക്കി കഴിഞ്ഞാൽ അതിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യ വിശകലനം പ്രത്യേക ഫോർമാറ്റിൽ തയ്യാറാക്കിയിരിക്കണം. അപ്പൊ നമ്മൾ ആ ഒരു മൂല്യനിർണ്ണയ ടൂൾ തയ്യാറാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അതിന്റെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായിട്ട് ഈ ഒരു ചോദ്യ വിശകലനം പ്രത്യേകം തയ്യാറാക്കിയിരിക്കണം. എല്ലാ വശങ്ങളും പരിഗണിച്ചുവോ എന്നറിയുന്നതിനും സമയബന്ധിതമായി കുട്ടികൾക്ക് ഉത്തരം എഴുതുന്നതിനും വിലയിരുത്തൽ പൂർത്തിയാക്കുന്നതിനും ചോദ്യ വിശകലനത്തിലൂടെ കഴിയുന്നുണ്ട്. അപ്പോൾ എല്ലാ വശങ്ങളും ഒരു അധ്യാപകൻ എന്ന നിലയിൽ നമ്മൾ പരിഗണിച്ചിട്ടുണ്ടോ എന്നറിയുന്നതിനും സമയബന്ധിതമായി കുട്ടികൾക്ക് ഉത്തരം എഴുതുന്നതിനും നമ്മുടെ വിലയിരുത്തൽ പൂർത്തിയാക്കുന്നതിനും എന്തുണ്ട്? ഈ ഒരു ചോദ്യ വിശകലനത്തിലൂടെ കഴിയുന്നു എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. ഇനി അടുത്ത മൂല്യനിർണ്ണയത്തിന് ശേഷം എന്ത് ചെയ്യണം എന്നാണ്.
മൂല്യനിർണ്ണയ ടൂൾ ഉപയോഗിച്ച് മൂല്യനിർണ്ണയം നമ്മൾ നടത്തി കഴിഞ്ഞാൽ ഉത്തരസൂചിക ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ആ ഒരു ഉത്തര പേപ്പർ വിലയിരുത്തണം. നമ്മൾ ഒരു പരീക്ഷ ഇട്ട് കഴിഞ്ഞാൽ ആൻസർ പേപ്പറുകൾ നമ്മൾ നോക്കണം. കുട്ടികളുടെ സ്കോർ, ഓവറോൾ ഗ്രേഡുകൾ എന്നിവ നിലവിലുള്ള മൂല്യനിർണ്ണയ രീതി അനുസരിച്ച് കണ്ടുപിടിക്കുകയും അതിനെ പഠന പുരോഗതി രേഖയിലേക്ക് എഴുതി തയ്യാറാക്കുകയും നമ്മൾ ചെയ്യും. അപ്പം കുട്ടികളുടെ സ്കോർ, ഓവറോൾ ഗ്രേഡുകൾ എന്നിവ നിലവിലുള്ള മൂല്യനിർണ്ണയ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, കണ്ടുപിടിക്കുകയും അതിനെ പഠന പുരോഗതി രേഖയിലേക്ക് എഴുതി തയ്യാറാക്കുകയും ചെയ്യുന്നു. സ്കോറിന്റെയും ഉത്തരക്കടലാസ് വിശകലനത്തിന്റെയും അടിസ്ഥാനത്തിൽ കുട്ടികളുടെ പഠന പുരോഗതി വിശകലനം ചെയ്ത് തുടർ പ്രവർത്തനങ്ങളും ക്ലാസ് കയറ്റവും നമ്മൾ എന്ത് ചെയ്യുന്നു, തീരുമാനിക്കുന്നു. ഇപ്പം ക്ലാസ് കയറ്റം തീരുമാനിക്കാനൊന്നുമില്ല, തോറ്റാലും ജയിച്ചാലും കുട്ടികൾ എന്ത് ചെയ്യും, കയറിപ്പോവും. അതിലൊരു മാറ്റമൊക്കെ വരുന്നുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. സ്കൂൾ ഇന്റേൺഷിപ്പ് കാലഘട്ടത്തിൽ 5, 6, 7 ക്ലാസ്സുകളിലെ പാഠഭാഗങ്ങളെ അടിസ്ഥാനമാക്കി ഏതെങ്കിലും ഒരു ക്ലാസ്സിലേക്ക് മൂല്യനിർണ്ണയ ടൂൾ നിർമ്മിച്ച് യൂണിറ്റ് ടെസ്റ്റ് നടത്തി പഠന പുരോഗതി വിലയിരുത്തൽ പ്രവർത്തനം നടക്കാൻ വേണ്ടി നിങ്ങൾക്ക് DLEDന്റെ ഒരു പ്രവർത്തനമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും അത് ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ പ്രധാനമായിട്ടും പറയുന്നത്. അടുത്ത ചാപ്റ്ററുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.